എടാ ജെറിയും ശ്രീദീപും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നു. അവര് തമ്മിൽ എന്തോ എനിക്ക് എന്താന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ശ്രീദീപ് ചെറിയുടെ മുഖത്തിന്റെ അടിച്ചു. എനിക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല. ഓഥറിലെ പറഞ്ഞ ഡയലോഗാണ് അത്. ഞാൻ ഒരു പരിധി കൂടുതൽ മുറുക്കെ പിടിച്ച അവള് കഴിയും എന്നെ തീർത്ത് വിളിക്കും എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. ഈ സമയം കിട്ടണ്ടേ? ഈ സമയം കിട്ടിയില്ല, അത്ര തന്നെ. പിന്നെ ആരപ്പോ ഡ്രോപ്പ് ചെയ്ത് എനിക്ക് ഇവിടെ ഞാനൊരുത്തും ജീവനോടെ ഇരിക്കുമ്പോ അവൻ നിന്നെ ഡെയിലി ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇത് ലോകധർമ്മിയുടെ ആക്ടിവിറ്റീസ് 2017 മുതൽ ആണ് ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ 2017 മുതൽ നമ്മളിവിടെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വഴിയിലാണത്. പ്രധാനമായിട്ടും നമുക്ക് നാടകത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് കൂടുതലും നടക്കുന്നത്. ക്യാമ്പുകൾ, വർക്ക്ഷോപ്പുകൾ, ട്രെയിനിങ് പ്രോസസ്സ്, ആക്ടിങ് ട്രെയിനിങ് പ്രോഗ്രാംസ്, അതിൻ്റെ ഒപ്പം നമ്മൾ നാടകങ്ങൾ റിഹേഴ്സൽ എടുക്കുക, പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാടകങ്ങളിൽ നമ്മളിവിടെയാണ് കൂടുതൽ റിഹേഴ്സൽ എടുക്കുക. ഫസ്റ്റ് പെർഫോമൻസ് മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും. അതല്ലാതെ പുറത്തുനിന്നുള്ള നാടകങ്ങൾ നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്യുകയും ഇവിടെ ഈ സ്പേസിൽ നമ്മൾ പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്റ്റേജ് പണിഞ്ഞിട്ട് ആദ്യത്തെ പെർഫോമൻസ് തന്നെ അർജൻറ്റീന എന്നുള്ള ഗ്രൂപ്പാണ് ചെയ്തത്. ഇപ്പോൾ അർജൻറ്റീനയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, സ്വീഡനിൽ നിന്ന് ഒക്കെ ഗ്രൂപ്പുകൾ ഇവിടെ ഒന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ തന്നെ പല ഭാഗത്തുനിന്നും ഉള്ള ആർട്ടിസ്റ്റുകൾ, മിക്കവാറും പല സ്റ്റേറ്റിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ വന്ന നാടകങ്ങൾ മാത്രമല്ല, ഈ ഡാൻസസ്, ഫോക്ക് പെർഫോമൻസസ്, മ്യൂസിക് ഷോസ് ഒക്കെ ഇവിടെ നമ്മൾ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു വൈപ്പിനിലെ ഈ ഒരു സ്പേസിൽ ഇവിടുത്തെ ഒരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പുമായിട്ട് ചേർന്ന് പോകണമെന്നും അതിനെ ഒന്ന് ഒരു കൾച്ചറൽ സ്പേസായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നും ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യമായിട്ടൊരു കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിൽ ഇത് പെർഫോമൻസിൻ്റെ സ്പേസാണ്. വേറെ തരത്തിൽ ഇപ്പോൾ തിയേറ്ററിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാം, ലോകത്തുനിന്ന് ധാരാളം ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ, ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരോട് വരികയും താമസിക്കുകയും വർക്ക്ഷോപ്പുകൾ നടത്തുകയും ക്ലാസ്സുകൾ എടുക്കുകയും പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ നാടകങ്ങളിൽ തന്നെ നമ്മൾ ഇപ്പം നേരത്തെ ഈ സ്പേസ് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എറണാകുളത്തെ ചുറ്റിപ്പറ്റിയുള്ളൊരു നാടക കേന്ദ്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാടകങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആക്ടേഴ്സ് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഡീഷൻ വരികയും അവർ തിരഞ്ഞെടുക്കുകയും ഇവിടെ താമസിച്ചുകൊണ്ട് റിഹേഴ്സൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബേസിക്കലി അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന നാടക പ്രവർത്തനത്തിന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, സൗകര്യങ്ങൾ കൂടുക എന്നുള്ളതാണ് ഒന്ന്. ഇവിടെ വന്നാൽ അത്യാവശ്യം താമസിക്കാൻ സൗകര്യമുണ്ട്. നമ്മുടെ നാടകങ്ങളുടെ സാധനങ്ങളും ഇൻസ്ട്രുമെൻസും, മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻസ് ആണെങ്കിലും സൂക്ഷിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പുകളാണെങ്കിലും റിഹേഴ്സലുകളാണെങ്കിലും നാടകങ്ങളുടെ പ്രവർത്തനമാണെങ്കിലും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഒരു നാടകത്തിൻ്റെ ഒരു നമ്മുടെ മാത്രമല്ല നാടകക്കാർക്കെല്ലാം വരാൻ പറ്റുന്ന ഒരു കോമൺ സ്പേസ് എന്ന നിലയിലാണത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകധർമ്മി എന്നുള്ള പ്രസ്ഥാനം ആരംഭിക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് ഭാസഭേരി നാടകശാല എന്ന പേരിൽ തൃപ്പൂണിത്തിനാണ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 97-ലാണ് അത് ലോകധർമ്മി എന്ന പേരിലേക്ക് മാറുന്നത്. അപ്പോൾ 91 തന്നെ നമ്മൾ തുടങ്ങിയത് ഒരു തിയേറ്റർ വർക്ക്ഷോപ്പോട് കൂടി തന്നെയാണ്. അത് കാവാലം നാരായണ പണിക്കർ ഡയറക്റ്റ് ചെയ്ത ഒരു 10 ദിവസത്തെ ശില്പശാല കൊണ്ടാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ആരംഭിച്ചത്. പിന്നെ അന്ന് മുതൽ എല്ലാ ഞായറാഴ്ചകളിലും ഇപ്പോൾ സ്കൂൾ ഓട്ടോമയിലോ മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ സൗകര്യം കിട്ടാത്ത ഇന്നത്തെ ട്രെയിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തിയേറ്റർ വർക്ക്ഷോപ്പ് അന്ന് പോലെ നടത്താറുണ്ട്. അത് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. കോവിഡിൻ്റെ ഒരു സമയത്ത് മാത്രമാണ് നമുക്കത് നടക്കാതെ പോയത്. ആ സമയത്ത് പക്ഷേ നമ്മൾ വേറെ ചില പ്രോഗ്രാംസ് നടത്തി അതിന് പകരം എല്ലാ ഞായറാഴ്ചകളിലും. അപ്പോൾ ഈ ഒന്ന് എല്ലാ ഞായറാഴ്ചകളിലും ഉള്ള തുടർച്ചയായിട്ടുള്ള തിയേറ്റർ വർക്ക്ഷോപ്പുകൾ, അത് ആക്ടിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആക്ടിങ് വർക്ക്ഷോപ്പുകളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ സ്പെഷ്യൽ വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. ഇടയ്ക്ക് ഇപ്പം ഒരു എക്സ്പേർട്ട് വരികയാണ് യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ഒരു ആക്ടർ ട്രെയിനറോ അല്ലെങ്കിൽ ഒരു ഡിസൈനറോ ഒരു തിയേറ്റർ ചിലപ്പോൾ എഴുത്തുകാരനായിരിക്കും. ഒരു ഏരിയയെ കുറിച്ചിട്ടൊരു 3 ഡേ അല്ലെങ്കിൽ 5 ഡേ അല്ലെങ്കിൽ 7 ഡേ വർക്ക്ഷോപ്സ് അത് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. ഇപ്പം നമ്മളത് കുറച്ചുകൂടെ ഒരു മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം മുതൽ ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള 2 ഡേ വർക്ക്ഷോപ്സ് എല്ലാ മാസവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക്ഷോപ്പ് ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. എല്ലാ മാസവും ഒരു 2 ഡേ വർക്ക്ഷോപ്സ്, പിന്നെ ഒരു 4 മാസം ഒരിക്കൽ ഞാനൊരു 5 ഡേ വർക്ക്ഷോപ്സ്, ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തുനിന്ന് ആൾക്കാരിങ്ങനെ വർക്ക്ഷോപ്പ് പങ്കെടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭാഗത്തിന് ഒരു 5 ഡേ വർക്ക്ഷോപ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള വർക്ക്ഷോപ്പുകളല്ല, പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, കൂടുതലും ആക്ടിങ് ബേസ്ഡ് ആണ്. ചിലപ്പോഴൊക്കെ ടെക്നിക്കൽ ആസ്പെക്ട്സിലാവാം. പല മേഖലയിൽ നമ്മൾ വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട്. അതിങ്ങനെ നിരന്തരമായി തുടർന്നു വന്നിട്ടിരിക്കുന്നു. അല്ലാതെ ഡാൻസ് വർക്ക്ഷോപ്പ് നടന്നിട്ടുണ്ട്, ഇവിടെ മൂവ്മെൻറ്റ് വർക്ക്ഷോപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ പല കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിൽ തന്നെ അല്ല ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടെ എക്സ്പേർട്സായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ അത് ഒരു വർക്ക്ഷോപ്പ് നടന്നത് തിയേറ്ററിന് എഡ്യൂക്കേഷൻ എന്ന മേഖലയിലായിരുന്നു. ഒരു ക്ലാസ് മുറികളിൽ സയൻസ് ഉൾപ്പെടെയുള്ള മാത്സോ സയൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ എങ്ങനെ നടത്താൻ ഉപയോഗിക്കാം, അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പായിരുന്നു ഒരു വർക്ക്ഷോപ്പ് നടന്നത്. അപ്പം അങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ നാടകമായിട്ട് ബന്ധപ്പെട്ട ആക്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വർക്ക്ഷോപ്പുകൾ ചെയ്യാറുണ്ട്. അതൊരു ഈ പണ്ട് പോലെ ഇങ്ങനെ ആൾക്കാർ നാടകത്തിലെ അഭിനയമല്ലോ സിനിമയിലെ അഭിനയമാണ് ചോദിക്കുന്നത്, മനസ്സിലായി എനിക്ക്. നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. രണ്ടും ആക്ടിങ് തന്നെയാണ്. അത് രണ്ടിൻ്റെയും പ്രോസസ്സ് ബേസിക്കലി ഒന്നാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നാടകമാണെങ്കിൽ നമ്മളൊരു 2, 3, 4, 5 മാസം, പണ്ടൊക്കെ 1 വർഷം വരെ റിഹേഴ്സൽ എടുക്കുമായിരുന്നു. റിഹേഴ്സൽ എടുത്ത് തറവായിട്ട് ഓരോ മൂവ്മെൻറ്റും ഒരു ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തുടർച്ചയുണ്ടായിരുന്നു. തുടങ്ങി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് അവസാനം വരെ എത്തുന്നതാണ്. സിനിമയിലേക്ക് വരുമ്പോൾ മിക്കവാറും സിനിമകളിൽ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ചെല്ലുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്നു. അതൊരു സീൻ ഓർഡറിൽ ആവണമെന്നില്ല, ഒറ്റയ്ക്ക് തന്നെയായിരിക്കും എടുക്കുക, കൂടെയുള്ള ആക്ടർ ഉണ്ടാവണമെന്നില്ല. അപ്പോഴും ഈ പ്രോസസ്സ് ഇത് തന്നെയാണ്, ആക്ടിങ് തന്നെയാണ്. ഒന്ന് ഫ്രാഗ്മെൻ്റ് ചെയ്ത് ഇങ്ങനെ വേറെ ചെയ്യുന്നു. പക്ഷേ ഇത് തുടർച്ചയായിട്ടാണ് പ്രേക്ഷകൻ കാണാൻ പോകുന്നത്. ആ പ്രേക്ഷകൻ കാണുമ്പോൾ തുടർച്ചയായിട്ട് ആദ്യം അവസാനം വരെ പോകുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇമോഷൻസ് ഉണ്ടാകണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ വ്യത്യാസത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ രണ്ടും ഒന്ന് തന്നെയാണ്. ബേസിക്കലി നമ്മൾ വേറെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ മറ്റേ പറയുന്നതിൻ്റെ കഥയൊന്നുമില്ല. ഏതാണ് നാടകത്തിൽ കൂടുതൽ അഭിനയിക്കണം, ഓവർ ആയിട്ട് ചെയ്യണം, മറ്റേ സട്ടിൽ അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പോഴത്തെ പല തിയേറ്റർ ഫോംസ്, അത് ഏത് നാടകത്തിൽ അഭിനയിക്കുന്നു ഏത് സിനിമയിൽ അഭിനയിക്കുന്ന അനുസരിച്ച് തന്നെയാണ്. ഇപ്പോൾ നാടകത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ വളരെ ഇൻറ്റിമേറ്റ് തിയേറ്റേഴ്സ് ഉണ്ട്. ഓഡിയൻസൊക്കെ വളരെ അടുത്തിരുന്ന് പ്രേക്ഷകരെ നടുക്ക് നടാൻ കാണുന്ന, അവരുടെ മുഖത്തൊക്കെ വളരെ അടുത്ത് പോയി സംസാരിക്കുന്ന, ചിലപ്പോൾ അവരെ തൊടുന്ന, ഇപ്പോൾ ഈവൻ സിനിമയിൽ സാധിക്കാത്ത കൂടുതൽ ഇൻറ്റിമസി ലൈവായിട്ട് സാധിക്കുന്ന പെർഫോമൻസുകൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 12,000 പേര് കാണുന്ന വലിയ സ്പെക്ടക്കിൾസ് ഉണ്ട്. ഇത് രണ്ടാണ്. സിനിമയിൽ അങ്ങനെ തന്നെയാണ്. സിനിമയിൽ ചിലപ്പോൾ വളരെ സട്ടിലായിട്ടുള്ള വളരെ അങ്ങനെ ചെയ്യുന്ന സിനിമകളുണ്ട്. അതേ സമയം തന്നെ വേറെ സിനിമയിൽ ഭയങ്കര മെലോ ഡ്രാമയും ആക്ടിങ്ങും ഒരു ഷോയിങ് അപ്പ് ഉള്ള ഒരു പ്രോസസ്സുണ്ട്. പിന്നെ ഉള്ളത് സിനിമയിൽ കാണുന്ന ഒരു പ്രശ്നം, നമ്മൾ ആക്ടറെ തന്നെ കാണിക്കാൻ കൂടുതൽ ശ്രമിക്കാറുണ്ട്. ആ ആക്ടറുടെ ചില മാനറിസംസ്, അയാളുടെ ചില ഹിസ്റ്ററിയോണിക് ഒരു അഭിനയത്തിന് പ്രത്യേക രീതികൾ, അത് ആവർത്തിച്ച് ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് നാടകത്തിൽ. പക്ഷേ അതുണ്ടാവില്ല. നാടകത്തിൽ ക്യാരക്ടർ തന്നെ ആയേ പറ്റുള്ളൂ.
ബേസിക്കലി രണ്ടും പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. നാടകത്തിലാണെങ്കിലും ചിലപ്പം എക്സാജറേറ്റഡ് ആക്ടിങ് ആവശ്യമുണ്ട്. ഇപ്പോൾ പാട്ടബാക്കി എന്നുള്ള ഞാൻ ചെയ്ത നാടകത്തിൽ അഭിനയിച്ചവരല്ല കർണഭാരത്തിൽ അഭിനയിക്കേണ്ടത്. അതുപോലെയല്ല ഇനിയും ചെയ്യാൻ പോകുന്ന റിയലി സോറി ഇതൊരു ഷേക്സ്പിയർ നാടകം അല്ലെന്നുള്ള നാടകത്തിൽ ആക്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാ ആംഗ്ലേയും ക്ലേ പാട്ടിലും അഭിനയിക്കുന്നത്. അപ്പോൾ പ്ലേയുടെ ഡിസൈൻ മാറുന്നതനുസരിച്ചിട്ട്, കഥ മാറുന്നതനുസരിച്ചിട്ട്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മാറുന്നതനുസരിച്ചിട്ട്, അതിൻ്റെ ശൈലി മാറുന്നതനുസരിച്ചിട്ട് ആക്ടർ എന്ത് ചെയ്യേണ്ടി വരും? ഇതേ ആക്ടർ തന്നെ പല രീതിയിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. സിനിമയിൽ അതിനാണ് സ്ഥിതി. ഇപ്പോൾ കുറസോയുടെ സിനിമയിൽ അഭിനയിക്കുന്നവരല്ല സത്യത്തിലുള്ള പടത്തിൽ അഭിനയിക്കുന്നത്. അതുപോലെയല്ല അടൂരിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത്. അതുപോലെയല്ല നമ്മൾ ഐ വി ശശിയുടെ പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഒരാളുടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഫിലിമിൻ്റെ ഒരു സ്ട്രക്ചറും ഒരു സ്റ്റൈലുമുണ്ട്. ആ സ്റ്റൈലിലേക്ക് ആക്ടർ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നടനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രത്യേകിച്ചും പ്രൊഫഷണലായിട്ട് നിൽക്കാൻ നടനെ സംബന്ധിച്ചിടത്തോളം, ഇതിലേതാണ് ഈ സംവിധായകന് ഈ സിനിമയിൽ അല്ല ഈ നാടകത്തിൽ ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാക്കുക എന്നുള്ളതാണ് നടനുള്ള തൊഴിലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അങ്ങനെ അല്ലാതെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ശേഷി രണ്ടിടത്തും വേണം. അത് തീർച്ചയായിട്ടും പറ്റുള്ളൂ. കാരണം ഡയറക്ടറാണ് അതിൻ്റെ മൊത്തം കൺസീവ് ചെയ്യുന്നത്. ചില ഇപ്പോൾ നാടകങ്ങളിൽ കുറച്ചുകൂടെ അത് ഗ്രൂപ്പിൻ്റെ വർക്കായിട്ട് നമുക്ക് വേണം പറയാം. കാരണം ഗ്രൂപ്പ് കുറേ തന്നെ ഒന്നിച്ച് റിഹേഴ്സൽ ചെയ്ത് വർക്ക്ഷോപ്പ് ചെയ്ത് ഒരു ധാരണയിലെത്തി ആ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. സിനിമയിൽ ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് ചെയ്യുന്ന ഡയറക്ടർ തന്നെയാണ്. അയാളാണ് ഈ ഷോർട്സും അല്ലെങ്കിൽ സീനും അത് മനസ്സികരിപ്പിക്കുന്നതും. ഇത് ഈ ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവമുണ്ട്. ചില സിനിമയിലൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ട് അഭിനയിക്കുമ്പോൾ, ചില സീനിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഗംഭീരമായിട്ട് അഭിനയിച്ചു തോന്നുന്നു നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സ്, നല്ല പെർഫോമൻസ് തോന്നും. പക്ഷെ സിനിമയെ കാണുമ്പോൾ അത് ആ സീനിൽ അവിടെ അത്ര ആവശ്യമില്ല എന്ന് മനസ്സിലാകും. കാരണം ആ ഒരു ഗ്രാഫിൽ അത് അത്രയും വേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തുടക്കം മുതൽ അവസാനം വരെ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം, ഏത് സ്കെയിലിലാണ് ഇത് ആക്ടിങ് ആണെങ്കിലും അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പേസ് ആണെങ്കിലൊക്കെ കഥ പറയുന്ന രീതി തീരുമാനിക്കുന്നത്, അത് മനസ്സ് സങ്കല്പിക്കുന്നതും കാണുന്നതും ഡയറക്ടറാണ്. അപ്പോൾ ആ ഡയറക്ടർ പറയുന്നതനുസരിച്ചേ നടനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും വേണോ വേണ്ടെന്ന് ഡയറക്ടർ പറയണം. അല്ലാണ്ട് നമുക്ക് കയറി, പ്രത്യേകിച്ചും ഈ സ്ക്രിപ്റ്റൊന്നും തുടർച്ചയായിട്ട് എടുക്കാത്ത സ്ഥിതിക്ക് ഒരാൾക്ക് കയറിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷെ അത് എഡിറ്റ് വരുമ്പോഴാണ് അത് ഫിറ്റ് ആവാതെ വരുന്നത്. അത് തീർച്ചയായിട്ടും ഡയറക്ടർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഡയറക്ടറുടെ ഇൻറ്റൻഷൻ, ഉദ്ദേശം, അതിൻ്റെ സ്റ്റൈൽ അത് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാറി നിൽക്കേണ്ടി വരും നടൻ. ഇല്ല, അത് നമ്മുടെ ബേസിക് ഇൻ്റലിജൻസിൻ്റെ പ്രശ്നമാണ്. ഒന്ന് നമുക്ക് നമ്മൾ മനസ്സ് വിചാരിച്ച സാധനം നമ്മുടെ ശരീരത്തിലും മനസ്സ് വിചാരിച്ച രീതിയിലും സ്കെയിലിലും അത് പുറത്തു വരാൻ പറ്റണം. നമ്മൾ കാണുന്നില്ലല്ലോ നമ്മളെ. പക്ഷെ നമ്മൾ കാണാണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതറിയാൻ പറ്റണം. രണ്ട്, ഇയാൾക്ക് എന്താ ആവശ്യമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയോ ഒരു പ്രാക്ടിക്കൽ സെൻസ് നമുക്ക് ഉണ്ടാവണം. പല ആളുകളും പല ഡയറക്ടേഴ്സും പല ആളുകളാണ്. അപ്പോൾ അവർ പറയുന്നതും നിർദ്ദേശിക്കുന്നതും സജസ്റ്റ് ചെയ്യുന്നതും പല രീതിയിലായിരിക്കും. ചിലർ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്കറിയാം ഇതിങ്ങനെയാണ് വേണ്ടുന്നത്, അങ്ങനെ തന്നെ അങ്ങ് ചെയ്യണം, അതിനകത്ത് മാറ്റം വരാൻ സംഭവിക്കില്ല. ചിലരുടെ സട്ടിലാറ് സൂചിപ്പിക്കുള്ളൂ. ചിലരുടെ മുഖത്തുണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉണ്ട് ശരിയാവുന്ന. ചിലർ വളരെ. അപ്പോൾ ഈ ഓരോ ഡയറക്ടേഴ്സും ഓരോ രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് എന്നുള്ളതുകൊണ്ട് പക്ഷേ ഇവിടെ എന്താ വേണ്ടേ? ഇപ്പോൾ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഇന്നലെ ചെയ്ത ഷോട്ട് എന്താണ്, ഇന്നും ചെയ്ത കൂടെ എന്താ ചെയ്തത്, അതിൻ്റെ ഒരു സ്കെയിൽ നമുക്ക് മനസ്സിലാക്കാനും അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അയാളോട് ചോദിക്കാനും ഇങ്ങനെയാണ് അത് ഇതെങ്ങനെയാണോ വേണ്ടുന്നത്, അതോ ഞാൻ ഇങ്ങനെ ഒരു ജസ്റ്റർ ആവർത്തിക്കുന്ന പ്രശ്നമുണ്ടോ, ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കമ്മ്യൂണിക്കേഷൻ അതിന് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അത് ഡയറക്ടറുടെയും ടൂളുകളാണ്. അപ്പോൾ അയാളുടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അയക്കാൻ പറ്റണം. അപ്പോൾ അത് ഇഷ്ടംപോലെ അയാളെ വിടാൻ പറ്റില്ല. അയാൾ സൂപ്പർ സ്റ്റാർ ആണെന്ന് കരുതി അല്ലെങ്കിൽ നമ്മൾ ആ സൂപ്പർ സ്റ്റാറിൻ്റെ ഇത് മാത്രം വെച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ക്യാഷ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഇത് തന്നെ വേണ്ടുള്ളൂ. ഒരു ആക്ടർ ഒരു പ്രൊഫഷൻ എന്നുള്ളത് ഈസി ആയിട്ടുള്ള പ്രൊഫഷൻ അല്ല. അതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ നമ്മൾ നാടകത്തിലെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന അഭിനയം കണ്ടിട്ട് അവരുടെ ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. പക്ഷേ ബേസിക്കലി ആക്ടർ ആവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ രണ്ടൊന്ന് കാര്യമാണ്. ഒന്ന് ട്രെയിനിങ് വേണം. എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ടാണ് ഞാനിതിനെ നേരിട്ടോ അല്ലാതെയോ ഇത് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നാട്ടിൽ എന്താണ് നടക്കുന്നത്, ചുറ്റുപാടിൽ എന്താണെന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു സാമൂഹ്യ ബോധം ഉണ്ടാകുന്നത് എപ്പോഴും നടന് വളരെ നല്ലതാണ്. എന്താ ചെയ്യാൻ പറ്റുക, എന്നെക്കൊണ്ട് ഏതാ പറ്റാത്തത്, ഈ പറ്റാത്ത കാര്യം പറ്റിക്കാൻ അത് ചെയ്തെടുക്കാനുള്ള ശ്രമം ഉണ്ടാകുക. പറ്റുന്ന കാര്യം എങ്ങനെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും, നമുക്ക് പറ്റും എന്ന് കരുതി അതിന് സ്പേസ് ഉണ്ടാവണമെന്നില്ല നമ്മുടെ ഇതിനകത്ത്. അത് ഏത് അളവിൽ നമുക്ക് എങ്ങനെ എപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും